ഒരു ജീവിയെ കൊന്നുകളയാൻ പ്രാപ്തിയുള്ള അതിഭീകരനായ ഒരു ശത്രു ആ ജീവിയുടെ ഉള്ളിൽ തന്നെ വളരുന്ന ഒരു ലോകത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റുമോ? ഒരു നിശബ്ദനായ കൊലയാളി ആരെയാണോ കൊല്ലേണ്ടത് അയാളുടെ ഉള്ളിൽ ജീവിക്കുന്നു. ഏറ്റവും കൃത്യമായ, ഏറ്റവും ഉചിതമായ സമയം നോക്കി ആ ജീവിയുടെ മേൽക്കൈ നേടുകയും അതിനെ കൊന്നുകളയുകയും ചെയ്യുന്നു. ഒരു സയൻസ് ഫിക്ഷൻ കഥ പോലെ തോന്നുന്നുണ്ടോ? പക്ഷെ നമ്മളുടെ ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റും കാണുന്ന പ്രകൃതിയിൽ യഥാർത്ഥമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണിത്. ഇത്തരം ജീവികൾ അറിയപ്പെടുന്നത് പാരസറ്റോയിഡുകൾ എന്നാണ്. പാരസൈറ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പരാദജീവികൾ. മറ്റ് ജീവികളെ ആശ്രയിച്ചുകൊണ്ട് ഭക്ഷണത്തിനോ അല്ലെങ്കിൽ പാർപ്പിടത്തിനോ വേണ്ടി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവികളെയാണ് പാരസൈറ്റുകൾ അല്ലെങ്കിൽ പരാദജീവികൾ എന്ന് പറയുന്നത്. പാരസൈറ്റുകളെക്കാൾ വ്യത്യസ്തമാണ് പാരസറ്റോയിഡുകളുടെ ജീവിത രീതി. ആ കൗതുകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ ജീവികൾ പരസ്പരം ആഹാരത്തിന് വേണ്ടി ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ജീവികളെ പല വർഗങ്ങളായി തിരിച്ചിട്ടുമുണ്ട്. പ്രെഡേറ്ററുകൾ, പാരസൈറ്റുകൾ, ഹെർബിവോറുകൾ തുടങ്ങിയ വാക്കുകളെല്ലാം ഇത്തരത്തിൽ ആഹാരത്തിനായി ഒരു ജീവി മറ്റുള്ളതിനെ ആശ്രയിക്കുന്ന രീതിയെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ ഇന്നത്തെ കഥാപാത്രമായ പാരസൈറ്റോയിഡുകൾ പ്രെഡേറ്ററിന്റെയും പാരസൈറ്റിന്റെയും ഇടയിലുള്ള ഒരു പാലമാണ്, ഒരു ബ്രിഡ്ജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പാരസൈറ്റുകൾ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പാർപ്പിടത്തിന് വേണ്ടി അവരുടെ ഹോസ്റ്റിനെ ആശ്രയിക്കുമ്പോൾ അവരെ കൊന്നുകളയാറില്ല. എന്നാൽ മറിച്ച് പാരസൈറ്റോയിഡുകൾ അവരുടെ ജീവിതചക്രം പൂർത്തിയാക്കാൻ അവരുടെ ഹോസ്റ്റിനെ കൊന്നുകളയുന്നതാണ് രീതി. എക്കോളജിക്കൽ ബാലൻസ് നിയന്ത്രിക്കുന്നതിൽ, മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പാരസൈറ്റോയിഡുകൾക്ക് നിർണായകമായ ഒരു സ്ഥാനം തന്നെയുണ്ട്. ചെറു പ്രാണികളുടെ പോപ്പുലേഷൻ നിയന്ത്രിക്കുന്നതിലൂടെയും ധാന്യവിളകളെയും മറ്റ് സസ്യങ്ങളെ നശിപ്പിക്കുന്ന ക്ഷുദ്രജീവികൾ, പെസ്റ്റുകളെ നിയന്ത്രിക്കുന്നതിലും പാരസൈറ്റോയിഡുകൾക്കുള്ള പങ്ക് നിർണായകമാണ്. പാരസൈറ്റോയിഡുകൾക്ക് പരിസ്ഥിതിയിലുള്ള പങ്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇവർ പ്രധാനപ്പെട്ടവരാകുന്നത്? ഒന്നാമതായി, ഇവർ ഹൈലി ഹോസ്റ്റ് സ്പെസിഫിക് ആണ്. അതായത് ഏതെങ്കിലും ചില സ്പീഷീസിനെ മാത്രം പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ എന്നർത്ഥം. രണ്ടാമത്തെ പോയിന്റ്, ഇവർ ഒരു നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ രീതിയാണ്. ചില പ്രത്യേക ജീവികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് അവയെ നിയന്ത്രിക്കാൻ പെസ്റ്റിസൈഡുകൾ അല്ലെങ്കിൽ കീടനാശിനികൾ ഉപയോഗിക്കേണ്ട ആവശ്യം കുറയുന്നു. മൂന്നാമത്തെ പോയിന്റ്, ചില ജീവികളുടെ പോപ്പുലേഷൻ ഔട്ട്ബ്രേക്കിനെ അല്ലെങ്കിൽ പോപ്പുലേഷൻ വ്യാപനത്തെ ഇവർ തടയുന്നു. ചുരുക്കത്തിൽ ദോഷകരമായ ജീവികളുടെ അല്ലെങ്കിൽ ക്ഷുദ്രജീവികളുടെ വ്യാപനം തടയുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന നിശബ്ദ കാവൽക്കാരാണ് പാരസൈറ്റോയിഡുകൾ. പാരസൈറ്റോയിഡുകളുടെ ജീവിത രീതി, ജീവിതചക്രം നമുക്കൊന്ന് നോക്കാം. ഇവരുടെ ജീവിതചക്രം ആരംഭിക്കുന്നത് ഹോസ്റ്റ് സ്പീഷീസ് തിരഞ്ഞെടുക്കപ്പെടുന്നത് മുതലാണ്. ഹോസ്റ്റ് ജീവി പുറപ്പെടുവിക്കുന്ന വിഷ്വൽ അല്ലെങ്കിൽ കെമിക്കൽ ക്യൂ ഉപയോഗിച്ചാണ് ഒരു ഫീമെയിൽ പാരസൈറ്റോയിഡ് അവയെ തിരിച്ചറിയുന്നത്. അതൊരു പക്ഷേ ഹോസ്റ്റ് ജീവി പുറപ്പെടുവിക്കുന്ന ഗന്ധമാവാം, അല്ലെങ്കിൽ അവയുടെ ശരീരഘടനയോ ഷേപ്പോ, ഇനി അതുമല്ലെങ്കിൽ നിറമോ ഒക്കെ ആവാം. ഇവയെ തിരിച്ചറിഞ്ഞാണ് വാസ്പ് പോലെയുള്ള പാരസൈറ്റോയിഡുകൾ അവയുടെ ഹോസ്റ്റ് ജീവിയെ തിരിച്ചറിയുന്നത്. ഹോസ്റ്റ് ജീവിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അവരുടെ ഉള്ളിലോ അല്ലെങ്കിൽ മുകളിലോ മുട്ടകൾ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. മുട്ടകളുമായി തങ്ങളുടെ ജീവിതം തുടരുന്ന ഹോസ്റ്റ് ജീവികളുടെ ഉള്ളിൽ മുട്ടകൾ വിരിയുകയും മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന ലാർവകൾ ഹോസ്റ്റ് ജീവിയെ ജീവനോടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവയുടെ ഉള്ളിലിരുന്നു കൊണ്ട് സാവകാശം ഹോസ്റ്റ് ജീവിയെ തന്നെ ഭക്ഷണമാക്കും. വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ലാർവകൾ അവരുടെ ഹോസ്റ്റ് ജീവിയെ ഭക്ഷിക്കുന്നതെന്ന് കാണാം. ആദ്യഘട്ടങ്ങളിൽ ഹോസ്റ്റ് ജീവിയുടെ വൈറ്റൽ ഓർഗൻസ്, പ്രധാനപ്പെട്ട ശരീരഭാഗങ്ങളൊന്നും ഇവർ ഭക്ഷിക്കുകയില്ല. അതിലൂടെ ഹോസ്റ്റ് ഓർഗാനിസത്തെ ദീർഘനാൾ ജീവനോടെ നിലനിർത്താനും ലാർവകൾക്ക് അവരുടെ ജീവിതചക്രം അല്ലെങ്കിൽ അവരുടെ പൂർണ്ണ വളർച്ച എത്താനും സഹായിക്കും. പക്ഷെ ഒരിക്കൽ ലാർവകൾ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ അമാന്തം ഒന്നുമില്ല. അവർ പ്യൂപ്പ ആകുന്നതിന് മുമ്പ് തന്നെ ഹോസ്റ്റ് ഓർഗാനിസത്തെ കൊന്നിരിക്കും. ഏറ്റവും ഒടുവിൽ ഹോസ്റ്റിനെ കൊന്നുകൊണ്ട് പ്യൂപ്പയിൽ നിന്നും പുറത്തിറങ്ങി വരുന്നത് ഒരു പുതിയ പാരസൈറ്റോയിഡ് ജീവിയായിരിക്കും. ഈ പുറത്തു വരുന്നത് ഒരു പുതിയ കൊലയാളിയായി മാറുകയും ഈ ജീവിതചക്രം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നിരവധി പാരസൈറ്റോയിഡ് ജീവികളെ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഒരുപോലെയല്ല. ഓരോ പാരസൈറ്റോയിഡിന്റെയും ഡെവലപ്മെന്റിനെ ആശ്രയിച്ച് അവയെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് എൻഡോ പാരസൈറ്റോയിഡ്സ്. ഇത്തരം പാരസൈറ്റോയിഡുകൾ ഹോസ്റ്റ് ജീവികളുടെ ഉള്ളിലാണ് വളർച്ച പ്രാപിക്കുന്നത്. ഉദാഹരണത്തിന് ബ്രാക്കോനിഡ് വാസ്പ്. രണ്ടാമത്തെ വിഭാഗമാണ് എക്ടോ പാരസൈറ്റോയിഡുകൾ. ഇവർ ഹോസ്റ്റ് ജീവികളുടെ വെളിയിലാണ്, ശരീരത്തിന്റെ പുറംഭാഗത്താണ് അവരുടെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത്. എക്ന്യൂമൻ വാസ്പ് ഇതിനുദാഹരണമാണ്. ഹോസ്റ്റ് ജീവികളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നതിന്റെ അടിസ്ഥാനത്തിലും പാരസൈറ്റോയിഡുകൾ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. പാരസൈറ്റോയിഡുകളുടെ ആക്രമണത്തിന് ഇരയാകുന്ന ഹോസ്റ്റുകൾ ഉടനെ തന്നെ പാരലൈസ് ചെയ്യപ്പെടുകയും പിന്നീട് അവർ വളർച്ച പ്രാപിക്കാതിരിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള പാരസൈറ്റോയിഡുകളാണ് ഇഡിയോബയോൺസ്. എന്നാൽ മറ്റു ചിലരാവട്ടെ അവരുടെ ഹോസ്റ്റിനെ ജീവനോടെ നിലനിർത്തുകയും അതിന്റെ ഉള്ളിലിരുന്ന് സാവകാശം അവയെ
തിന്നുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പാരസൈറ്റോയിഡ് ജീവികളെ വിളിക്കുന്നതാണ് കൈനോബയോൺസ്. ഇത്ര ഭീകരന്മാരാണ് ഇവരെങ്കിൽ ഒന്ന് രണ്ട് പേരെ പരിചയപ്പെട്ടാലോ? ഒന്നാമത്തെ ആളാണ് ബ്രാക്കോണിഡ് വാസ്പ്. ഹോസ്റ്റ് ജീവികളുടെ ലാർവയ്ക്കുള്ളിലാണ് ബ്രാക്കോണിഡ് വാസ്പ് അവരുടെ മുട്ടകൾ നിക്ഷേപിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മുട്ട വിരിഞ്ഞ് ലാർവയെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇവർ ഹോസ്റ്റിനെ അവരുടെ ഉള്ളിൽ നിന്ന് ഭക്ഷിക്കാനും തുടങ്ങും. മറ്റൊരു പാരസൈറ്റോയിഡ് ജീവിയാണ് എക്കിനിമാൻ വാസ്പ്. മരങ്ങളുടെ തടി തുരന്ന് ജീവിക്കുന്ന പ്രാണികളെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. വലിയ മരത്തിന്റെ ഉള്ളിൽ തുരന്നു ചെന്ന് അവരുടെ ടാർഗറ്റിനെ കണ്ടുപിടിക്കാൻ വിദഗ്ധരാണ് എക്കിനിമാൻ വാസ്പുകൾ. ടാക്രിഡ് ഫ്ലൈസ് ആണ് ഇനിയൊരു കൂട്ടർ. വണ്ടുകൾ, വിട്ടിലുകൾ, മറ്റ് ലാർവകൾ എന്നിവരുടെ ഉള്ളിലാണ് ഇത്തരം ജീവികൾ അവരുടെ മുട്ടകൾ നിക്ഷേപിക്കുന്നത്. ഇവയുടെ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന ലാർവകളും ഹോസ്റ്റിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് അവയെ തിന്നു തീർക്കുന്ന കൂട്ടരാണ്. ഹോസ്റ്റ് ജീവികളുടെ ലാർവയെ തന്നെ ആക്രമിക്കുന്നതിനാൽ ഇവരെ പാരസൈറ്റോയിഡുകളെ ഏറ്റവും മികച്ച പെസ്റ്റ് കൺട്രോളറായിട്ട് ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ചും ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോളിൽ, അതായത് ജൈവ കീടനിയന്ത്രണത്തിൽ പാരസൈറ്റോയിഡ് ജീവികൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഉദാഹരണത്തിന് ട്രൈക്കോഗ്രാമ എന്ന പാരസൈറ്റോയിഡ് ജീവിയെ ധാന്യവിള പാടങ്ങളിൽ വളർത്തിയാൽ അല്ലെങ്കിൽ അവിടെ തുറന്നുവിട്ടാൽ ധാന്യവിളകളെ ആക്രമിക്കുന്ന കീടങ്ങളുടെ മുട്ടകൾ, ലാർവകൾ എന്നിവയെല്ലാം ഈ ജീവി നശിപ്പിക്കും. പാരസൈറ്റോയിഡുകൾ ഹോസ്റ്റ് സ്പെസിഫിക് ആയതുകൊണ്ട്, അഥവാ ചില പ്രത്യേക ജീവികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് രാസകീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ മറ്റ് ജീവജാലങ്ങൾക്ക് ദോഷമുണ്ടാകുന്നത് പോലെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നില്ല. അതിനർത്ഥം മറ്റ് സസ്യ ജീവജാലങ്ങളുടെ മേൽ ഏറ്റവും കുറഞ്ഞ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് ഏറ്റവും ഫലപ്രദമായി കീടനിയന്ത്രണം സാധിക്കുന്നു എന്നുള്ളതാണ്. അതും എക്കോ ഫ്രണ്ട്ലി ആയി തന്നെ കീടങ്ങളെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഹൈലൈറ്റ്. അപ്പോൾ ഇനിയൊരു പാരസൈറ്റോയിഡ് വാസ്പ് ഏതെങ്കിലും സസ്യങ്ങളുടെ ചുറ്റും പറന്നു കളിക്കുന്നത് കണ്ടാൽ ഓർത്തോളൂ, പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള ഒരു ഡെഡ്ലി മിഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജീവിയാണ് അത്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.